നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ അവിട്ടം വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ചതയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചതയ നക്ഷത്രം രാഹുർ ദശയിലാണ് ജനനം. രാഹുർ ദശ ആകെ 18 വർഷമാണ്. ഏകദേശം 10 വർഷം ലഭിക്കുമെന്ന് കണക്കുകൂട്ടലോടുകൂടി നമുക്ക് ദശാകാലത്തെ ഒന്ന് പരിശോധിക്കാം. അങ്ങനെ വരുമ്പോൾ വ്യാഴദശ 26 വയസ്സ് വരെയും, ശനിദശ 45 വയസ്സ് വരെയും, ബുധദശ 62 വയസ്സ് വരെയും, കേതുർദശ 69 വയസ്സ് വരെയും, ശുക്രദശ 89 വയസ്സ് വരെയുമാണ് ചതയ നക്ഷത്രക്കാർക്ക് ലഭിക്കുക. വ്യാഴദശ, ബുധദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളാണ് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലങ്ങൾ. ജാതകത്തിൽ ശനി അനുകൂല സ്ഥാനത്താണ് എങ്കിൽ നക്ഷത്ര രാശ്യാധിപൻ കൂടിയായിട്ടുള്ള ശനി ഗുണഫലങ്ങൾ നൽകിയേക്കാം. ഇനി നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള പുതുവർഷ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചതയ നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ അല്പം ഗുണദോഷ സമ്മിശ്രമാണ് എന്ന് പറയാം. പിന്നീട് അങ്ങോട്ട് നല്ല സമയമാണ്. തൊഴിൽപരമായിട്ട് അല്പം സ്വല്പം അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ വർദ്ധിച്ചേക്കാം. എന്നിരുന്നാലും ധനപരമായിട്ട് നേട്ടമുണ്ടാകുന്ന വർഷമാണ്. രാഷ്ട്രീയക്കാരായിട്ടുള്ള ചതയ നക്ഷത്രക്കാർ വളരെ സൂക്ഷിച്ചു വേണം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട്. സഹപ്രവർത്തകരുടെ ചതുവിലൊന്നും പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വർഷമാണ് എന്ന് സാരം. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റേണ്ടതാണ്. വിവാഹിതരായിട്ടുള്ള ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന കാലഘട്ടമാണ്. ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഓഡിറ്റ് വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് ജോലിഭാരം വർദ്ധിക്കുന്ന സമയമാണ്. എല്ലാ വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചേക്കാം. ആരോഗ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കാം. സ്വന്തം ആരോഗ്യ കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മനസ്സിന് സന്തോഷം തരുന്ന യാത്രകളൊക്കെ ഒഴിവാക്കാതെ ഏറ്റെടുക്കേണ്ടതാണ്. സ്ത്രീകളായിട്ടുള്ള ചതയ നക്ഷത്രക്കാർ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. കുടുംബാംഗങ്ങളിലെ പ്രത്യേകിച്ച് മുതിർന്ന അംഗങ്ങളിലേക്ക് കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുക. കുട്ടികളുടെ പഠന കാര്യത്തിലും അവരോടൊപ്പം നിൽക്കേണ്ട ആവശ്യകത ഉണ്ടായേക്കാം. ഇത്രയും കാര്യങ്ങളാണ് ചതയ നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലമായി പറയാനുള്ളത്. കൊല്ലവർഷം 1200 ആണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.